ഒരു സംശയം ചോദിക്കുകയാണ്, സ്ഥിരീകരണത്തിനായി ചോദിക്കുകയാണ്. അത് നൗഫലിന്റെ കുട്ടിയാണ് ഈ കടുവയെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് എന്ന് പറയുന്നുണ്ടല്ലോ. വീടിന് ചേർന്നുള്ള സ്ഥലത്ത് നിന്നാണോ വീണ്ടും കടുവയെ കണ്ടത്? തീർച്ചയായും അമൃത, അങ്ങനെ തന്നെയാണ്. വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് കടുവയെ കണ്ടു എന്ന് തന്നെയാണ് ആ കുട്ടികൾ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ വീടിനോട് ചേർന്നുകൊണ്ട് കടുവ ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരിക്കുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഈ ഒരു കടുവ ഈ ഒരു വീട്ടിൽ നിന്ന്, ഈ പഞ്ചാരക്കൊല്ലിയിൽ തന്നെ മറ്റൊരു വീട്ടിൽ നിന്ന് കടുവ അതായത് ഒരു പട്ടിയെ പിടിച്ചു എന്നുള്ളത് ഉച്ചയോടുകൂടി നമുക്ക് ഒരു സഹോദരി നമ്മോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ കടുവ എന്തായാലും ഈ ഒരു പ്രദേശം വിട്ടു പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയുകയാണ് നാട്ടുകാർ. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഈ ഒരു സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഇപ്പോൾ വീണ്ടും ഈ ജനവാസ മേഖലയിൽ കടുവയെ കണ്ടു എന്ന് പറയുന്നു. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്കൊന്ന് പോകാനുണ്ട്. 10-20 വീടുണ്ട് അവിടെ, ആ ഭാഗത്ത് അവിടെ വീടുമാണ്. ഒരു കാടുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ വീടാണ് ഫുള്ള് കംപ്ലീറ്റ് അങ്ങോട്ട് ഭാഗത്താണ് കണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഫോറസ്റ്റുകാരെ വിളിച്ചു പറഞ്ഞപ്പോ അവര് റോട്ടിൽ നിന്ന് ഇങ്ങനെ കീശ കയ്യും പാൻറ്റും ഇട്ട് നോക്കി നിൽക്കാന്നല്ലാതെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴാണ് അവരിറങ്ങിയത്. അവരിപ്പോ വന്ന് പോകുന്ന ഒരു കള്ളനെ പിടിക്കാനാണ് പോണത്, അല്ലാതെ കടുവനെ പിടിക്കാനല്ല. കടുവ ഇപ്പൊ ഇവര് പോയി അവിടെ നിൽക്കുമോ? അവിടെയൊക്കെ ആൾക്കാരും കുട്ടികളും ഉള്ളതാണ്. പോലീസ് ഞങ്ങളെ തടഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ട് നിൽക്കുന്നു. ഇവിടുത്തെ വഴി ഞങ്ങൾക്കല്ലേ അറിയാവുള്ളൂ. എല്ലാവരും പേരക്കകത്ത് വാതിലടപ്പിച്ച് വിളിച്ചു. നിങ്ങൾ ഇവിടുന്ന് തൊള്ളയിട്ട് വിളിച്ചു പറഞ്ഞ് കുട്ടികളെ കയറ്റി അകത്തടപ്പിക്കാൻ പറഞ്ഞു. ചെറിയ മക്കൾ കളിച്ചോണ്ടിരിക്കുന്ന മക്കളല്ലേ, മക്കൾക്ക് അറിയോ? അതല്ല, അവരന്ന് എന്താ ചെയ്യേണ്ടത്? ഞങ്ങളോട് ടൈമുമായി ചെയ്യേണ്ട പോലീസ് ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതല്ലേ കടമ? നമ്മളെ മാറ്റി ഇതാക്കുക. എന്റെ പേര് അബ്ദുറഹ്മാൻ. ഇതുവരെ നമ്മൾ എല്ലാത്തിനും സഹകരിക്കുന്ന ആൾക്കാര്. കുട്ടികൾ ഇവിടെ നിൽക്കുന്നു, അത് കണ്ടോണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഓടി ചാടി കൂടെ വന്നത്. ഞങ്ങള് അല്ലാതല്ല. കുട്ടികളെ നിൽക്കുന്ന പെരന്റെ നേരെ വേക്കില് അവിടെ ഷാനവാസ് കണ്ടിട്ട് വിളിച്ച് എന്റെ കുടുംബമാണത്. അവൻ എന്നോട് പറഞ്ഞ് അവിടെയൊക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അതേ അക്കരെ കാണുന്ന നവദേവന്റെ അവന്റെ പേരോ? അതെ, അതുകൊണ്ടല്ലേ കടുവയെ കണ്ട് നമ്മക്ക് അക്കരെ ഉണ്ട്. അക്കരെയാണ് അവരുടെ വീട്. ഞാൻ ഷാനവാസ് വീട്ടിലുണ്ട്, കണ്ടിട്ടാണ്. കാരണം ഓൻ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. കാരണം അത്ര കണ്ടീഷൻ ചാനൽ പറഞ്ഞാൽ നമ്മൾ ഇതാക്കുന്നത്. പക്ഷെ ഇതുവരെ സംഭവിച്ചതെന്ന് വെച്ചാൽ പോലീസ് നമ്മളെ മനഃക്കാരമായി ഊദ്രം പോലെ ചെയ്യുന്ന ഒരു വൈരാഗ്യം വെച്ച് കാണുകയാണെങ്കിൽ ഞങ്ങൾ ആ രീതിയിൽ ജനങ്ങൾ, ഇവിടുത്തെ പൊതുജനങ്ങൾ ഇടപെടും ആക്കി കുട്ടികളെയൊക്കെ നമ്മൾ സുരക്ഷിതാക്കി എത്രയും പെട്ടെന്ന് ഉണ്ട്. 5-8 കുട്ടികൾ നമ്മളുടെ ആ കുടുംബം മൊത്തം മക്കളല്ലേ. ഒരു കോളനി പോലത്തെ വരെയല്ലേ അവിടെ 10-25 വീടുണ്ട് മൊത്തം. അപ്പോ അമൃത, ഇത് തന്നെയാണ് ആളുകൾ നേരിട്ട് കണ്ടു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിലും ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ അവിടേക്ക് പോയ ആളുകളെയൊക്കെ പോലീസ് ബലപ്രയോഗിച്ച് മാറ്റുകയാണ്. പോലീസും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആ ഭാഗത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കുട്ടികളൊക്കെ തന്നെ വീടിനകത്താക്കി സുരക്ഷിതരാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ട ആളുടെ ഒരു ബന്ധു ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അപ്പോൾ അത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അവര് വലിയ ആശങ്ക ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് നിലനിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ആ ഭാഗത്ത് നിരവധി വീടുകൾ, 25ഓളം വീടുകൾ, കടുവയെ കണ്ട ആ ഭാഗത്ത് 25ഓളം വീടുകളുണ്ട്. ആ വീട്ടിലൊക്കെ ആളുകളുമുണ്ട്. അപ്പൊ ആ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ സുരക്ഷിതമായി വീടിനകത്ത് അടച്ചിരിക്കാൻ ചുറ്റുവട്ടത്ത് തന്നെ 2 കിലോമീറ്ററിനകത്ത് തന്നെ കടുവയുണ്ട് എന്ന് പറയുമ്പോഴും കടുവ എവിടെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ദൌത്യം വൈകുന്നത് എന്നൊക്കെയായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്, എന്നൊക്കെയായിരുന്നു അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കടുവയെ വീണ്ടും കണ്ടിരിക്കുകയാണല്ലോ ഫൈസൽ. ഇനി എങ്ങനെയാണ് ദൌത്യസംഘത്തിന്റെ നീക്കം? എങ്ങനെയായിരിക്കും വനം വകുപ്പിന്റെ നീക്കം? എങ്ങനെയായിരിക്കും പരിശോധന? എങ്ങനെ പുരോഗമിക്കുന്നു? അമൃത സൂചിപ്പിച്ചത് ഒരു വലിയ നമുക്കും ആശങ്കയുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതേപോലെ തന്നെ ഇന്നലെ ആക്രമണം നടന്ന അതേ സ്ഥലത്ത് വൈകുന്നേരം 5 മണിയോടുകൂടി കടുവയെ കണ്ടു എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT അംഗങ്ങളൊക്കെ ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അവിടെയൊന്നും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഇന്നലെ രാത്രി 11 മണിക്ക് വീണ്ടും കടുവയുടെ ഒരു ആക്രമണം ഉണ്ടായി. വീണ്ടും ഇതേ ആക്രമണം ഉണ്ടാകുന്ന ആ പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണം നടത്തും, പരിശോധന നടത്തുമ്പോഴൊക്കെ ഒന്നും തന്നെ കണ്ടെത്താനാകുന്നില്ല. ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയോട് ചേർന്ന് വീടിനോട് ചേർന്നുള്ള ഒരു തോട്ടത്തിൽ നിന്ന് കടുവയെ കണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ആ ഭാഗത്തേക്ക് പോലീസിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ ഫൈസൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഫൈസലിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. ഒരു ഭാഗത്ത് ഈ സർവകക്ഷി യോഗം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രാവിലെ തൊട്ടുണ്ടായിരുന്നു. DFO ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം. അവരുടെ ആശങ്ക ന്യായമാണ്. ഇത്തരത്തിൽ അവർക്ക് സ്വൈര്യവിഹാരം അത്യാവശ്യമാണ്, ജോലിക്ക് പോകേണ്ടതുണ്ട്, നിരവധി കുട്ടികളുണ്ട്, നിരവധി വീടുകളുണ്ട്.
അങ്ങനെ ഒരു പ്രദേശത്താണ് ഇങ്ങനെ കടുവ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം 47-കാരിയായ ഒരു സ്ത്രീയെ കടുവ കടിച്ചു കൊന്നത്. വലിയ ആശങ്കയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. ഇന്നിപ്പോൾ അവിടെയുള്ള ആളുകൾ പ്രതികരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പട്ടിയെ കൂടി കടുവ കടിച്ചു കൊന്നിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് വീണ്ടും ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് ഈ കടുവയെ പഞ്ചാരക്കൊല്ലി മേഖലയിൽ വീണ്ടും കണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. സ്ഥിരീകരിക്കാവുന്ന കാര്യം തന്നെയാണ്. ഒരു വീട്ടിലെ കുട്ടിയാണ് ഇത്തരത്തിൽ കടുവയെ കണ്ടെത്തിയത്. ഇനിയിപ്പോൾ അറിയേണ്ടത് എന്തായിരിക്കും, ഏത് രീതിയിലായിരിക്കും ദൗത്യസംഘത്തിന്റെ തുടർ നടപടികൾ എന്ന് തന്നെയാണ്. ഇത്രയും സമയമായിരിക്കുന്നു, 6:15 അടുത്തിരിക്കുകയാണ് സമയം. ഇനി എങ്ങനെയായിരിക്കും ദൗത്യസംഘം മുന്നോട്ട് പോവുക എന്നറിയേണ്ടതുണ്ട്. ഫൈസൽ നെടുമ്പാല തുടരുന്നുണ്ട്. ഫൈസൽ, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നൽകാനുണ്ടോ? അവിടെ ഇപ്പോൾ വനം വകുപ്പിന്റെയും RRT സംഘത്തിന്റെയും പരിശോധന തുടരുകയാണ് ആ മേഖലയിൽ എന്ന് വേണം കരുതാൻ. അല്പസമയം മുമ്പാണ് പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. കടുവ തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് ലഭ്യമായിരിക്കുന്നത്. ഏതായാലും പരിശോധന അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഫൈസൽ നെടുമ്പാല തുടരുന്നുണ്ട്. ഫൈസൽ, പരിശോധന എങ്ങനെ നടക്കുന്നു? ഇന്ന് തന്നെ ഇതിനെ പിടികൂടാൻ കഴിയുമ്പോൾ നമുക്ക് അധികൃതരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹലോ ഫൈസൽ, കേൾക്കാമോ? ശരി, ഫൈസലിലേക്ക് എത്താം. വന്യജീവി ആക്രമണത്തിനെതിരെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും പഞ്ചാരക്കൊല്ലിയിൽ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. സർവകക്ഷി യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ADM-ഉം DFO-യും നഗരസഭാ ചെയർപേഴ്സണും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടയിലാണ് വീണ്ടും പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. പഞ്ചാരക്കൊല്ലിയിലെ നൌഫലിന്റെ വീടിനടുത്താണ് വീണ്ടും കടുവയെ കണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അവിടുത്തെ ആളുകളൊക്കെ പറയുന്നുണ്ട്, 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ കടുവയുണ്ട്, മറ്റെങ്ങും പോയിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പ്, ഒരു 10 മിനിറ്റ് മുമ്പാണ് വീണ്ടും ഈ മേഖലയിൽ കടുവയെ കണ്ടിരിക്കുന്നത്. ഫൈസൽ തുടരുന്നുണ്ട്. ഫൈസൽ, കേൾക്കാമോ? അമൃത, കേൾക്കാം. എന്തായി ഫൈസൽ, അവിടുത്തെ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? അധികൃതരുമായി ബന്ധപ്പെടാൻ സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞോ? കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അവർ നൽകുന്നുണ്ടോ? അമൃത, അധികൃതർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ സർവകക്ഷി യോഗം നടക്കുന്നത് കൊണ്ട് അധികൃതരെല്ലാം തന്നെ ആ ഒരു ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ അധികൃതരോട് നമുക്ക് ഈ ഒരു അവസരത്തിൽ സംസാരിക്കാൻ കഴിയും. നിലവിൽ പുറത്തുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ഭാഗത്തുള്ള. അവരിപ്പോൾ തന്നെ ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ്. കാരണം ഇനി അവിടെ നിൽക്കേണ്ടതില്ല. കടുവയെ കണ്ടതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഭീതി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിനായിരിക്കും വനം വകുപ്പ് നേതൃത്വം നൽകുക. ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശ വാഹനങ്ങൾ ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കടുവയെ കണ്ടതുകൊണ്ട് ജനങ്ങൾക്ക് ഒന്നുകൂടി ജാഗ്രത നൽകേണ്ടതുണ്ട്. ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ആ കടുവയെ കണ്ടിരിക്കുന്നത്. 2 കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായി വനംവകുപ്പ് പരിശോധന നടത്തി കടുവയെ കണ്ടെത്താനായില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഈ ഒരു ജനവാസ മേഖലയിൽ പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയെ കണ്ടു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പകലാണ്, രാത്രി ഇരുട്ട് പോലും വീണിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ ജനവാസ മേഖലയിൽ കടുവ എത്തുന്നു എന്ന് പറയുന്നതിന്റെ ഭീതി എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തുള്ള ആളുകൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് വീട്ടിൽ ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി മാറണം എന്നുള്ള വനം വകുപ്പിന്റെ അറിയിപ്പും ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഫൈസൽ, ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന കുട്ടി എന്താണ് പറയുന്നത്? എപ്പോഴാണ് ഈ കടുവയെ കണ്ടത്? അത് വീട്ടിന്റെ പരിസരത്തായിരുന്നോ? അത് കാട്ടിലേക്ക് പോവുകയായിരുന്നോ? പറയുന്ന ഒരു വീടിനടുത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നതിന്റെ കുറച്ചപ്പുറം ഭാഗത്തായിട്ടാണ് ഈ ഒരു കടുവയെ കണ്ടു എന്ന് പറയുന്നത്. കണ്ട ഒരാളുടെ ബന്ധുവാണ് നമ്മോട് സംസാരിച്ചത്. കൃത്യമായി കണ്ടു എന്ന് പറഞ്ഞ് അവർ ഇങ്ങോട്ട് വിളിച്ചു പറയുകയാണ് ഉണ്ടായത്. ആ ഭാഗത്തൊക്കെ, ഈ കടുവയെ കണ്ട ഭാഗത്തൊക്കെ നിരവധി കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടികളോടൊക്കെ തന്നെ വീടിനകത്തേക്ക് കയറി സുരക്ഷിതമായി ഇരിക്കാൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ എല്ലാവരും വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ച് സുരക്ഷിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കണ്ട നാല് കുട്ടികളും ആ ഭാഗത്ത് ആ കടുവയെ കണ്ട തൊട്ട് വീടിനോട് ചേർന്ന് കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇപ്പോൾ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇനി ആ നേരിൽ കണ്ട ആളുകൾ
അപ്പൊ അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇനിയും സാക്ഷിയാകുമോ എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം വീണ്ടും ജനവാസ മേഖലയിൽ കടുവയെ കണ്ടെത്തിയിരിക്കുന്നു. 2 കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായി വനംവകുപ്പ് പറഞ്ഞതാണ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് പോലും ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള വിവിധ ഇടങ്ങളിൽ നിന്ന് പോലും ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ കൂടുതൽ ഫൈസൽ, ഇന്നലെ ഈ രാധയെ കടുവ കടിച്ചു കൊന്നതിന് പിന്നാലെ തന്നെ തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കും, പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള ദൗത്യ സംഘം ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടോ? തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ടോ? അരുൺ സക്കറിയും സംഘവും അവിടെ തയ്യാറാണോ? അമൃത അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം 4 മണിക്ക് തന്നെ ഇന്നലെ അപകടം നടന്ന അല്ലെങ്കിൽ ഇന്നലെ ആക്രമണം ഉണ്ടായ ആ ഒരു ഭാഗത്തേക്ക് തോക്കുമായി പോയിട്ടുണ്ട്. അപ്പൊ അവര് ഈ ഒരു വാർത്ത ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കടുവയെ കണ്ടത് അറിഞ്ഞിട്ടുണ്ടാകും എന്നൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ആ ഒരു കാടിനുള്ളിലേക്ക് ഇന്നലെ ആക്രമണം നടന്ന ആ ഒരു കാടിനുള്ളിലേക്കാണ് അവർ ഒരു 4 മണി തന്നെ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി അവരുടെ വെറ്റിനറി സർജൻ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സംഘം കാടിനകത്തേക്ക് തന്നെ പോയിട്ടുണ്ട്. അവരിനി ഈ തിരിച്ചു വന്നിട്ട് വേണം ഈ ഒരു അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനൊക്കെ ഇനി ഒരു ഭാഗത്ത് നടത്താൻ. അവരൊക്കെ കാട്ടിനുള്ളിലേക്ക് 4 മണിക്ക് തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രാവിലെ മുതൽ തന്നെ പ്രതിഷേധം വലിയ തരത്തിലുള്ള നിലനിന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആളുകൾ വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചൊന്നും ചെയ്യാൻ കഴിയും. കാരണം ഉദ്യോഗസ്ഥരെയൊക്കെ ഈ ഒരു ഭാഗത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമായി അകത്ത് അടച്ചിട്ടിരുന്ന ഒരു ഘട്ടത്തിലേക്കായിരുന്നു കടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ചർച്ച ഈ സർവകക്ഷി യോഗം നടക്കുന്ന ഒരു അരമണിക്കൂർ പിന്നിടുമ്പോഴാണ് വീണ്ടും കടുവയെ കണ്ടതായി പറയുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ ജാഗ്രത പുലർത്തുന്നുണ്ട്.